Bates. Coley's got to find a boundary against Ralph. Coley stands his ground, straight down the ground. He lifted it up. That is a shot of an emperor. കമ്പ് താഴെയിട്ട് അറിയത്തില്ല. ഇല്ല, അറിയത്തില്ല. ഉറപ്പ്. അയ്യോ എന്നെ കൊല്ലുന്നേ. ഇല്ലേ, നിന്നെ പോലൊരു ഭർത്താവ് എനിക്ക് വേണ്ട. നീ ഇറങ്ങി പോടാ ഇങ്ങോട്ടെങ്കിലും. എടി, സ്വന്തം ഭർത്താവിനെയാണ് നീ എടാ പോടാന്ന് വിളിക്കണം കേട്ടോ. പിന്നെ ഞാൻ എന്തോ വിളിക്കണം? എടി, ഒരു സ്വന്തം ഭർത്താവിനെ ഭാര്യമാർക്കെന്ന് പറഞ്ഞാൽ കൺകണ്ട ദൈവമായിരിക്കണം. അങ്ങനെ ആയിരിക്കണം. അയ്യടാ, ഒരു കൺകണ്ട ദൈവം. നീ കൺകണ്ട ദൈവമില്ല, നീ എന്നെ കൊല്ലിക്കാൻ വന്ന കാലനാണ്. കാലൻ വേണ്ട. ചേച്ചി ഇറക്കി വിടാ. സുശി ചേച്ചി, നിങ്ങൾ സ്ഥിരം പരിപാടിയത്. ഇറക്കി വിടരുത്. ഇന്നാണ് നിങ്ങളുടെ ഭർത്താവ് കള്ളു കുടിച്ചിട്ട് നിങ്ങളെ ഇടിക്കാനായിട്ട് ഓടിച്ചപ്പോ ഞാനാ തടസ്സം നിന്ന് എന്നെ ചണ്ടത്ത് അണ്ടിടിക്കാൻ മരിച്ചോട്. സുശീല ചേച്ചി, ഞാനാ പറയുന്നത് ഇറക്കി വിട. എന്റെ സ്വഭാവം പറഞ്ഞുവിടാ. സുശീലേച്ചി ഇറക്കി വിട്. പറഞ്ഞ പോലെ എനിക്കറിയാം, അതുകൊണ്ടാ. എന്തോ ഇപ്പൊ പറഞ്ഞ പോലെ എനിക്കറിയാം. അറിയാല്ലേ? എന്നെക്കാട്ട് തിട്ടമായ്യ കല്യാടാ. എടാ, ഒരു പൂച്ചക്കണ്ണം വെളുത്ത് ഇറക്കാൻ ഇവിടെ കിടന്ന് കറങ്ങുന്നെന്ന് പലരും പറഞ്ഞ് അറിഞ്ഞിട്ട് കേട്ടാ. ഞാൻ പിടിക്കാൻ ഞാൻ നിന്നെ കേട്ടാ. സുശീല ചേച്ചി, നിങ്ങൾക്ക് സ്ഥിരം ഉള്ളതാണ്. എന്റെ വീട്ടിൽ വല്ല വഴക്കം വെക്കണം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പിടിച്ച് പുരക്കകത്ത് കയറ്റിയേക്ക് ഇരുത്തും. അപ്പൊ ഈ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവരുത്. ഇറക്കി വിട്. എവളെ കമ്പ് വെച്ചിട്ട് അങ്ങനെ നീ എടാ, നിനക്ക് ഞാൻ ഇല്ലാത്തപ്പോ എന്റെ പെണ്ണുമ്പളക്ക് ഇച്ചിരി പഞ്ചസാര മേടിച്ച് കൊടുപ്പ്, തേയില മേടിച്ച് കൊടുപ്പല്ലടാ. ഒരു 1 കിലോ സവാള മേടിച്ച് കൊടുക്കണം അല്ലേടാ. വെള്ളത്തായിപ്പേ നിന്റെ പണിയാൻ തീർന്നില്ലെങ്കിൽ കൂടാ. ഞാൻ ഇത് ആദ്യം ഇതൊതുക്കിട്ട് ഞാൻ നിനക്ക് അടിച്ചു കിടത്ത്. ഞാൻ നിനക്ക് എന്നെ അടിച്ചു കിടത്തണം. എടി, വേണമെങ്കിൽ നിന്നെ അടിച്ച് ചുരുട്ടി അട്ട കിടക്കുന്നവർ ഇവിടെ കിടത്താൻ എനിക്ക് അറിയാൻ വയ്യാത്ത. പിന്നെന്ത്? പക്ഷെ ഞാനത് ചെയ്യാത്തത് ആ വലിയ മനുഷ്യനെ ഓർത്തിട്ടാ. ഓ, എന്റെ അമ്മാവനെ ഓർത്തായിരിക്കും. അമ്മാവനും കുമ്മാനൊന്നും അല്ല. പിന്നെ ഇവിടെ സ്റ്റേഷനിൽ പുതിയതായിട്ട് ചാർജ് എടുത്ത SI അവൻ ഇടിച്ചെന്റെ ഊപ്പാട് വരുത്തും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാത്തത്. നേരം പരവര വിളക്കുന്നതിന് മുമ്പ് പല വീടുകളിലെ ജോലിക്ക് പോയിട്ട് ഞാൻ ഈ കുടുംബം പോറ്റുന്നത്. അതിനുശേഷം തൊഴിലുറപ്പിന് പോണം. ഇതെല്ലാം ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട ഈ കുടുംബം നോക്കുന്നത്. ഒരു കാര്യം എന്റെ അടുത്ത് പറയത്തില്ല. എല്ലാം രഹസ്യം ഇപ്പൊ തന്നെ മൂടി വെച്ചില്ലേ? ഞാൻ എന്താ മൂടി വെച്ചാൽ നിന്റെ അടുത്തൊന്നും രഹസ്യം മൂടി വെച്ച കാര്യമില്ല. പിന്നെ നിങ്ങൾ തലയിൽ മൂടി വെച്ച് പിടിപ്പിച്ചില്ലേ എന്ന്? അല്ല, പിന്നെ അത് PRP ചെയ്തു മൂടി വെച്ചു. ഞാനിപ്പോ എന്താ വേണം നിങ്ങള് പലിശയ്ക്ക് പൈസ എടുത്താണ് നിങ്ങൾ ഈ മുടി വെച്ച് പിടിപ്പിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടാ ഞാൻ അറിയാവോ? അതങ്ങനെ ഫ്രീക്കാണ്, അതങ്ങനെ ചെയ്യും ഞാൻ. നിങ്ങൾ ഈ മുടി നട്ടുപിടിപ്പിച്ച സമയം കൊണ്ട് നിങ്ങൾ 2 വാഴ നട്ടുപിടിപ്പിക്കാത്തത് അതങ്ങനെ ശരിയാ കൂടി. തലയിൽ ഇങ്ങനെ വാഴ കിളിച്ച് വന്നിട്ട് അതങ്ങനെ ശരിയാ. അതും കൊണ്ട് നടക്കണ്ടേ ഞാൻ? അയ്യോ, അതൊന്നും അല്ല. എനിക്ക് നിങ്ങളെ ഐഡിയ അറിയാം. നിങ്ങൾക്ക് ആ 4 നേരം 4 കൂട്ടുകാരെ വിളിച്ചോണ്ട് പോയി കുടിക്കണം കേട്ടാ. കുടിച്ച് സുഖിച്ചങ്ങ് നടക്കണം. പിന്നെ അന്നാ ഞാൻ കാര്യമായിട്ട് പറയുക, ഇനി നിങ്ങൾ കുടിച്ച് കുടുംബം നോക്കാതിരുന്നാ ഞാൻ വല്ലവന്റെ കൂടെ ഇറങ്ങി പോവും. ആണോ? സത്യം. വേണ്ട, എന്റെ രമണി കുഞ്ഞമ്മയാണ് സത്യം. സത്യം. കയ്യേറി ഇല്ല. എടി, കുഞ്ഞമ്മയുടെ തലേന്ന് കയ്യേറി. ഇല്ല, എടുക്കൂല. എടി, കുഞ്ഞമ്മയുടെ കയ്യെന്ന് തലയെടുക്കാൻ. ഇല്ല. എടി, അവരുടെ തിരുപ്പനാളായി പോകുന്ന കയ്യെടുക്കാന്. ഇത് നീ ആരുടെ തലത്തോട്ടടി സത്യം ചെയ്ത്? എന്റെ കുഞ്ഞമ്മയെ കൊണ്ട്. എടി, നിന്റെ രമണി കുഞ്ഞമ്മ എന്ന് വെച്ചാൽ എന്റെ സ്വന്തം അമ്മയെ പോലടി ഞാൻ കരുതുന്നു. അറിയോ, എന്റെ സ്വന്തം അമ്മയെ പോലെ ഞാൻ കരുതുന്നത് രമണി കുഞ്ഞമ്മ. ആ കുഞ്ഞമ്മയുടെ തലത്തോട്ട് അവള് സത്യം വിട്ടേക്കുന്നു. അവള് ഇറങ്ങി പോകും പോലും ആരോടും. എടി, സത്യം പറഞ്ഞോണ്ടല്ലോ, ആ കുഞ്ഞമ്മയുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാ. അല്ല, അവരുടെ കണ്ണൊന്നും നിറഞ്ഞാൽ എനിക്ക് സഹിക്കാനൊക്കത്തില്ല. അറിയാം, ആ കുഞ്ഞമ്മയുടെ തലത്തോട്ടാണ് നീ സത്യം വിട്ടത്. എന്തായാലും സത്യം ചെയ്ത സ്ഥിതിക്ക് നീ വല്ലവരോടെ ഇറങ്ങിപ്പോണം. അല്ല, അവർക്ക് വല്ല പരിപാടി അതും പോട്ടെ. ഒന്നിനും പോരാ. ആ പലിശക്കാരൻ കരട് മുതലാളിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ 1.5 ലക്ഷം രൂപ കടം മേടിച്ചില്ലേ? അതിനെന്താ ഇത് ചെയ്യാൻ? അങ്ങനെ പേരിൽ മാത്രമേ ഉള്ളൂ കരുണ. പലിശയുടെ കാര്യത്തിൽ ഒരു കരുണ ഇല്ലാത്ത മനുഷ്യനാ. അയാളെന്ന് രാവിലെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞെന്താണെന്നറിയോ? അയാൾക്ക് മുതലും പലിശയും വേണം, ഇന്നിവിടെ വരുമെന്ന്. അത് കൊടുക്കും. ആണുങ്ങൾ തമ്മിലുള്ള ഡീലിംഗാ. ആണുങ്ങൾ മേടിച്ചെങ്കിൽ ആണുങ്ങൾ അന്തസ്സായിട്ട് കൊടുക്കും. പിന്നെ ഞാൻ അതിനകത്ത് കയറി വിടല്ലേ? ശരി, അല്ലെങ്കിൽ തന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 42ാമത്തെ വയസ്സില് നിങ്ങൾ എന്തിനാണ് ഈ മുടി വെച്ച് പിടിപ്പിക്കാൻ പോയത്? എടി, ഞാൻ എപ്പോഴും ഈ കഷണ്ടി തലയായിട്ട് ഈ പ്ലക്കി തലയായിട്ട് നടക്കണമെന്നാണ് നീ പറയുന്നത്. ഞാൻ യോയാണ് ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഒന്നുമില്ല.
നിങ്ങൾക്ക് വേറെ ഏതോ ചുറ്റിക്കളി ഉണ്ട്. ഊഞ്ഞാത്തമ്മരായിരുന്നു ചുറ്റിക്കളിയോ? ഇല്ല, നിങ്ങൾക്ക് വേറെ ഏതോ പെണ്ണുമായിട്ട് പ്രേമമുണ്ട്. അടിക്ക് കറങ്ങാൻ പിടിക്കും കേട്ടോ. എന്റെ അമ്മ തത്തെ ഞാൻ വേറൊരു പെൺകൊച്ചിനെ മുഖത്തെ നോക്കുന്നവനല്ല ഞാൻ. ഈ എത്ര പെൺപിള്ളേരെ ഡെയിലി എന്റെ മൊബൈലിൽ കിടന്ന് വിളിക്കുന്നറിയോ? ഞാൻ ഫോൺ എടുക്കത്തില്ലല്ലോ. സത്യം പറയാ, അതൊക്കെ പെണ്ണുങ്ങളെ വിളിക്കുന്നേ. ഇതൊക്കെ പെണ്ണുങ്ങളെ വിളിക്കുന്നേ. ആ പെണ്ണുങ്ങളല്ലെന്ന്. ഞാൻ ഈ ഹിന്ദിക്കാരിൽ നിന്ന് ഓൺലൈനിൽ ലോൺ എടുത്തിട്ടുണ്ട്. അത് തിരിച്ചടയ്ക്കാൻ ഹിന്ദിക്കാരി പെൺപിള്ളേർ കിടന്ന് വിളിക്കുവാ. ഞാൻ എടുക്കത്തില്ല, തിരിച്ചു കൊടുക്കണം. അതാ. ഇല്ല, നിങ്ങൾക്ക് വേറെ ഏതോ പ്രേമം ഉണ്ട്. ആണോ? അപ്പൊ നീ എന്നെ അങ്ങനെ സംശയിക്കുമ്പോ എനിക്ക് നിന്നെ സംശയിച്ചുകൂടി. എന്നെയാ? ആ പിന്നെ ഞാൻ എന്തോ ചെയ്തു? നീ എത്ര പ്രാവശ്യം മാറി നിന്ന് ഫോൺ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ അലക്കാലിന്റെ അടുത്ത് നിന്ന് മാറി നിന്ന് മണിക്കൂറോളം ഫോൺ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഈ ബാത്റൂമിനകത്ത് കുടിക്കാൻ കയറുമ്പോൾ ഫോൺ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതൊന്നും ചുമ്മാതല്ല. നമ്മളെ മോൻ പഠിക്കുന്ന സ്കൂളിലെ സാറന്മാരെ വിളിക്കുന്നതാ അവന്റെ പഠിത്തം എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ആണോ? എന്നാ ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ മൂത്ത മോൻ ഗുണവർദ്ധൻ പഠിക്കുന്ന ആ സ്കൂളിലെ ഒരു സാറുമായിട്ട് നിനക്ക് കമ്പനി ഉണ്ടെന്ന് ഞാൻ സ്ഥാപിക്കുന്നു. അത് ഏത് സാറാന്ന് മാത്രം ഇനി പറഞ്ഞാൽ മതി. എന്താ ദൈവമേ, ഒരു പച്ചയായ സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ടാ ഈ ആളത് പറയുന്നത്. അല്ലെങ്കിലും പണ്ടുള്ളവർ പറയുന്നത് കാര്യമുണ്ട്. പിതോ രക്ഷതി കൗമാരെ, ഭർത്തോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യെ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണല്ലോ. ആളെപ്പിടി കിട്ടി. സംസ്കൃതം പഠിപ്പിക്കുന്ന ബിജു സാറ് കിട്ടിയാൽ ഇനി ഇംഗ്ലീഷും മലയാളം ഓരോന്ന് പോരാ. ഇയാളെ സംശയം കണ്ട മംഗല്യം കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ 3 മക്കളുണ്ടായി. മാമ്പു കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. മക്കളെ നമുക്ക് പഠിപ്പിക്കണം. മറ്റുള്ള സ്കൂളിൽ വിടാതെ മുറ്റത്തുള്ള സ്കൂളിൽ തന്നെ വിട്ടു. നമ്മൾ എത്ര പലിശക്കെടുത്താലും നമ്മൾ പഠിപ്പിച്ചേ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? നിന്റെ മൂത്താങ്ങളെ ഇന്നലെ വീട്ടിൽ വന്ന എന്നിട്ട് എപ്പോ പോയി എന്നോട് പറഞ്ഞില്ലല്ലോ. ഏത് മൂത്താങ്ങളെ? സാജൻ പള്ളുരുത്തി. മകാരം വെച്ച് നീ കീച്ചെന്നല്ല സ്പീഡി, അതുകൊണ്ട് ചോദിച്ചാ ഞാൻ. നീ ഞാനട ഈ തിക്കുറിശിക്ക് ഡപ്പ് ചെയ്യണം. അയ്യോ, പലിശക്കാരൻ കരണം വിളിക്കുന്നു. ഒന്ന് ഫോൺ തരാം. ഞാൻ ഇല്ലെന്ന് എടുക്കൂല. ഞാൻ വീട്ടിലില്ലെന്ന് പറയും. ഞാനല്ല പൈസ വെച്ചത്. ഞാനൊരു കാര്യം പറയാം. പൈസ എന്ന് പറഞ്ഞ് ഒരുത്തനും ഈ ചെത്തിയ മുറ്റത്ത് കയറരുത്. രാവിലെ മുറ്റം ചെത്തി ഇടണ്ടായിരുന്നു. വിളിക്കുന്ന എനിക്ക് പോയി. എന്ത്? ഹലോ, എടാ പവിത്ര, നീ പൈസ എന്റെ ചേട്ടാ, ഞാൻ പൈസ എന്റെ കയ്യിലുണ്ട്. ഞാനേ സ്ഥലത്തില്ല. ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളതാ. നീ എവിടാ? നീ ബാംഗ്ലൂർ. എവിടെ? ബാംഗ്ലൂർ എവിടെ? കർണാടകയിൽ. ബാംഗ്ലൂർ കർണാടകയാണെന്ന് എനിക്കറിയാം. ബാംഗ്ലൂരിൽ നീ എവിടെയാണെന്നാണ് ചോദിച്ചത്. ബാംഗ്ലൂർ ജംഗ്ഷൻ. ഞാൻ ബാംഗ്ലൂരിലുണ്ട്. ബാംഗ്ലൂരിലുണ്ടോ? നീ ബാംഗ്ലൂരിൽ എവിടാന്ന് പറയടാ. ടൗണില്. ഞാൻ ആ ടൗണിൽ തന്നെ ഉണ്ട്. എവിടെ? ആ ടൗണിൽ ഒരു മാവ് നിൽക്കുന്നില്ലേ? ഒത്തിരി മാങ്ങയൊക്കെ ഉള്ള. അതെ. ആ മാവിന്റെ തൊട്ടു പുറകിൽ ഞാനുണ്ട്. അപ്പൊ ആ മാവിന്റെ തൊട്ടു ഫ്രണ്ടിൽ ഞാനുണ്ട്. ഇനിയിപ്പോ റോമിങ്ങാ, വെറുതെ പൈസ കളയണോ? ഇങ്ങ വാ. അത് നീ ചുമ്മാ പൈസ തീരുന്ന കേസാണ്. ഒരു മകന്റെ ധർമ്മമാണ് മേടിച്ചാ തിരിച്ചു കൊടുക്കാന്നുള്ള. നീ നിന്റെ തന്തയെ പറയിപ്പിക്കരുത്. ഇല്ല, കുഴപ്പമില്ല. നിങ്ങളുടെ പൈസ സുഹൃത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മേടിച്ച് തന്നാ മതി. ആ പൈസ മേടിച്ചാ മേടിച്ചാ ഇക്ക ഒരു 1.5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാം. 1.5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാം. എന്റെ പൈസ ഒന്നുമില്ല. പോടാ. എന്നിട്ട് അതല്ലല്ലോ ഇവിടെ നിന്ന് പറയുന്നേ. ഇവിടെ പൈസക്ക് ഒരു ലിമിറ്റും ഇല്ല. ഇങ്ങനെ അങ്ങ് കൊടുക്കുവാന്നല്ലേ പറയുന്നത്. ആവശ്യക്കാർക്ക് ഇത് ആവശ്യമില്ലാത്ത ഞാൻ കുടിക്കരുത്. അങ്ങോട്ട് കൊടുക്കുന്നു. ഒരു അത്യാവശ്യ കേസാ. എന്റെ പൊന്നു സുഹൃത്തെ, ഒരു പരിചയമില്ലാത്ത ആൾക്കൊക്കെ ഞാൻ എങ്ങനെയാ പൈസ എടുത്ത് കൊടുക്കുന്നത്? അതാണ് പ്രശ്നം. താണ്ട് ആ നിൽക്കുന്ന പലിശക്കാരൻ കരണം ചേട്ടൻ. ഇഷ്ടം പോലെ പൈസ ഉണ്ട്. എല്ലാവർക്കും പൈസ കൊടുക്കും കേട്ടോ. ഇത് നസീർ സംക്രാന്തിക്ക. നമ്മുടെ ഈ കോട്ടയം നാഗമ്പടം മറ്റേ ബസ് സ്റ്റാൻഡില്ലേ, അവിടെ മുതൽ അങ്ങ് സംക്രാന്തി വരെ പുള്ളിയുടെ കസ്റ്റഡിയില്ല. നഗരസഭ പുള്ളിക്കാ ടാക്സ് അടച്ചോണ്ടിരിക്കുക. ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടല്ലേ കേട്ടോ. കണ്ടോ? പരിചയമായോ? ഇതോ ഈ പുള്ളിയുടെ നിസ്സാര സമയം കൊണ്ട് ഒരാൾ വിട്ട് പരിചയമായി കളി. എന്റെ കാശില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്ന് പറഞ്ഞ അങ്ങനെ സംഭവം വേറൊന്നുമില്ല. ഞാനൊരു പെട്ടിക്കട മുറുക്കാൻകട ഇടാൻ വേണ്ടിട്ട് മേടിച്ച പൈസ അതാ. എന്തിനാടാ കള്ളം പറയുന്ന വലിയ മനുഷ്യനോട്? മുറുക്കാൻകട എന്നൊക്കെ പറഞ്ഞാലേ ഇവിടുന്ന് കിട്ടത്തുള്ള അതല്ലേ പറയുന്നത്. നീ ഒരു മുറുക്കാങ്കട പറഞ്ഞാല് ഇവിടെ നിന്ന് കിട്ടിയല്ലേ, ഇവിടെ നിന്ന് കിട്ടണേ അവിടെ പോയി എന്തെങ്കിലും കാണിക്കണം. കേട്ടോ, ഞാൻ വലിയ മനുഷ്യനാകട്ടോ. ഈ പൈസ എല്ലാം നാണമില്ലാത്തവനെ, എന്റെ പൈസ താടാ. എടോ, എന്റെ ജീവനുണ്ട് പൈസ തന്നിരിക്കും. പിന്നെ നീ ജീവനോടല്ലേ ഇപ്പൊ നിൽക്കുന്നത്? എന്റെ പൈസ താടാ ഇങ്ങോട്ട്. ആ ജീവനല്ല, പിന്നെ എന്റെ ജീവനുണ്ട് പൈസ ഞാൻ തന്നിരിക്കും. കേട്ടോ എന്റെ അളിയാ, ഒരു 2 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുളിയാ. ഞാൻ തന്നേനെ. പക്ഷെ ആദ്യം ഒരു പഞ്ചസാരയുടെ കേസ് പറഞ്ഞോണ്ട് ഇനി ആണോ കൊടുക്കത്തില്ലേ? സത്യം പറഞ്ഞോണ്ടല്ലോ, മാസത്തിൽ 6 ദിവസമൊക്കെ ഈ പുള്ളി അയലത്തെ വീട്ടിൽ കാണത്തുള്ളൂ. ബാക്കിയുള്ള ദിവസം ഈ ലോകം മുഴുവൻ അന്യരാജ്യങ്ങൾ ചുറ്റി ഇന്ന സായിപ്പന്മാർക്ക് പൈസ കൊടുത്തോണ്ട് നടക്കുക പുള്ളി. കേട്ടോ, കേരളത്തിൽ കൊടുക്കണ്ട. മനുഷ്യൻ ചോദിക്കുമ്പോഴത്തേന് ഞാൻ പറയാം, എന്നെ ദേവോത്തരം ചെയ്യില്ല.
എന്നാ ദേഹോത്രം ദേഹം ഒന്നും ഉപദ്രവിക്കത്തില്ല. എന്റെ ചേട്ടാ എന്റെ പൈസ വെച്ചോണ്ടല്ല ഇല്ലാത്തോണ്ടാന്ന്. എങ്ങനെ നിന്റെ ഒക്കെ പൈസ ഉണ്ടാവും? എന്ത്? നീ വല്ല പണിക്കും പോകുന്നുണ്ടോ? എടാ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോടാ, അപ്പൊ പൈസ വരും. എല്ലാരും ഇതാ പറയുന്നത്, എല്ലാരും രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോടാ. സത്യം പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം പണിക്ക് പോകാത്തതല്ല ഞാൻ. ഓരോ ദിവസവും രാവിലെ എണ്ണിക്കുമ്പോഴും ഇന്ന് രാവിലെ പണിക്ക് പോകണം, ഇന്ന് രാവിലെ പണിക്ക് പോകണം എന്നും പറഞ്ഞ് തന്നെ ഞാൻ എഴുന്നേക്കുന്നത്. പക്ഷെ അനുവദിക്കുന്നില്ല, ഒരു തരത്തിലും അനുവദിക്കുന്നില്ല. ഒരു നശിച്ച ജന്മമാണല്ലോ. ആരാണ് നിന്നെ പണിക്ക് പോകാൻ അനുവദിക്കാത്തത്? ഞങ്ങളുടെ വീട്ടിലെ പായും തലയുടെ ഞാൻ എഴുന്നേക്കും പിടിച്ച് കിടത്തു പറ. എടാ എനിക്ക് എന്തു പറഞ്ഞാലും എന്റെ നീ പൈസ മേടിച്ച് ഈ PRP ചെയ്ത് വെച്ചേക്കുവാണേ. എനിക്ക് എന്റെ പൈസ കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളുമായിട്ടാ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്റെ പൈസ മേടിച്ച് തലമുടി വെച്ച് നീ പിടിപ്പിച്ചിരിക്കുക. ആ തലമുടി ഞാൻ കണ്ടിച്ചോണ്ട് പോകും. അല്ലല്ലോ കണ്ടിച്ചോണ്ട് പോകും. ഒരു കാര്യം ചെയ്യ്. എന്റെ കിങ്ങിണി കൊണ്ടുപോക്കോ. എന്നാ നല്ലോണം വളർന്നാ അത് കിങ്ങിണി കൊണ്ടുപോക്കോ. എന്താണ് പറഞ്ഞേ? എന്റെ ആര് കിങ്ങിണി ഉണ്ട് അതിനെ കൊണ്ടുപോക്കണ. ആ കിങ്ങിണി എങ്കിൽ കിങ്ങിണി. എന്റെ കിങ്ങിണിയെ തൊട്ടവന്റെ തല ഞാൻ വെട്ടും. ഇല്ല, തൊട്ടവന്റെ തല വെട്ടും എന്റെ കിങ്ങിണി. ഞാനല്ല കൊണ്ടുപോകുന്നു പറഞ്ഞു. പിന്നെ പുള്ളി ആ കിങ്ങിണിയെ കൊണ്ടുപോകുന്നു പറഞ്ഞു. ആരായാലും കൊണ്ടുപോകാൻ പറ്റൂല. എടീ ചിലപ്പോ പൈസ കൊടുക്കേണ്ടി വരത്തില്ലെന്ന്. ഞാൻ ഈ അറിഞ്ഞെന്ന് വെച്ചാൽ പുള്ളി എവിടെയോ പെണ്ണുങ്ങളുള്ള വീട്ടിൽ ആണുങ്ങളില്ലാത്തവന് പൈസക്ക് എന്ന് പയ്യന്മാരാണ്ട് വടി വെച്ച് തലക്കടിച്ച് പൊട്ടിച്ച് കിളി പോയി നടക്കുക. മെമ്മറി വട്ടായി. അതായത് വട്ടായിട്ട് ഈ ആകെ എന്തോ പറയുന്നതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാ. അയ്യോ, അത്രയ്ക്കും പൂത്ത. പിന്നല്ല നോക്കട്ടെ എന്താ ചില സമയത്ത് നേരത്തെ പറഞ്ഞു പോലീസുകാരൻ ആ സല്യൂട്ട് അടിക്കുന്നു. ഇതാണ് വിഷയം. ചിലപ്പോ ദേഹോദരവും കാണാൻ സാധ്യതയുണ്ട്. ദേഹോദരം ചെയ്യോ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്. ഒരു വാടിയ കമ്പ എടുത്ത് കയ്യിൽ വെച്ചോ. എന്തേലും എന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തട്ടി താഴെ ഇട്ടേക്കണം. അത് ശരി കേട്ടാ. അത് ഞാൻ കേട്ടാ സൂക്ഷിച്ച് നിക്കണേ. ഞാൻ നിന്നോളാം. നീ വടി എടുത്തോണ്ട് വന്നാൽ മതി. കേട്ടോ. എന്തോ എന്താ ഭാര്യയും ഭർത്താവും കൂടെ കുശൂഷിക്കുന്നത്? എന്തോ ചെയ്യാനേ ചേട്ടാ. എന്റെ ഒരു നശിച്ച ജീവിതം ഇങ്ങനത്തെ എന്ത് പ്രശ്നമാണ് നിനക്ക്? മൊത്തം പ്രശ്നമാണല്ലോ. അല്ല, ആശുപത്രി കൊണ്ട് കളയാൻ പറ്റും, അല്ലെ വീട്ടിൽ കൊണ്ടുവിടാം. എന്താ കാര്യം എന്താന്ന് പറ. മാനസിക വിഭ്രാന്തി. പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു. വീട്ടിൽ ആര് വന്നാലും കമ്പെടുത്ത് പുറക്കനെ അടിക്കും. എന്റെ പുറമൊക്കെ അടിച്ച് പൊളിച്ചു വെച്ചിരിക്കുക. അയ്യോ, അതാണ് വിഷയം. നോക്കിയും കണ്ടും കത്രിയായിട്ട് നിന്നു. കത്രി കാണിച്ചാൽ ചിലപ്പോൾ പേടിയാണ്. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല. എന്റെ പൈസ ഇങ്ങനെ നേരം ഞാൻ പോക്കോളാം. ചേട്ടാ പൈസ ഇല്ലെന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട്. പൈസ ഇല്ലെങ്കിൽ പൈസയ്ക്ക് മുതലാകുന്ന എന്തെങ്കിലും ഞാൻ എടുത്തോണ്ട് പോകോളാം. പൈസക്ക് മോനാന്ന് ഒന്നും ഇവിടെ ഇല്ല. ഞാൻ എന്തെങ്കിലും എടുത്തോണ്ട് പോകും. ഒന്നൊരു കാര്യം ചെയ്യും. എന്ത് വേണേ കൊണ്ടുപോക്കോ. ഭഗവാനെ വിചാരിച്ച ആ ചോപ്പ് റോസാപ്പൂ ഒന്നും എടുത്തോണ്ട് പോക്കളയിൽ. റോസാപ്പൂ എനിക്ക് എന്നാണ് റോസാപ്പൂ? അത് അവിടെ ഗൾഫിൽ നിന്ന് ആരാണ്ട് ബന്ധുക്കൾ കൊണ്ട് കൊടുത്താ. അതെന്താ എത്ര പ്രത്യേകം? അത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണവും സമ്പത്തും സമൃദ്ധിയൊക്കെ വരുമെന്നും പറഞ്ഞ് വെച്ചേക്കുക. അത് ദൈവത്തെ വെച്ച് അതെടുത്തില്ല. വേറെ മാറി നിൽക്കുക പവിത്ര. ഏടാ സമ്പത്തും സമൃദ്ധിയും വരാൻ അതെടുക്കരുത്. ഞാൻ എടുക്കും. അതെടുക്കരുത്. വേണം പണം. അതെടുക്കരുത്. ഞാൻ എടുക്കും. എടുക്കരുത്. എടുക്കുന്നു. ആ പൂ എടുക്കരുത്. എടുക്കും. എടുക്കരുത്. പറിച്ചെടുത്താ. എന്തോ ഒരു കാര്യം ചെയ്യും. പറിച്ചെടുത്തോ എടുത്ത് ഭഗവാനെ വിചാരിച്ച അത് ചെവിയുടെ ഇവിടെ വെക്കരുത്. ചെവി വെച്ചാൽ കുഴപ്പം. ആ പൂ ചെവി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന സമ്പത്ത് സമൃദ്ധിയൊക്കെ ആ ചെവി പൂ വെക്കുന്ന ആക്ക് വരും. അന്ന് ഇത് ഞാൻ ചെവി വെച്ചിട്ടേ ഉള്ളു കാര്യം. വെക്കരുത്. എനിക്ക് വേണമുള്ള സമ്പത്തും സമൃദ്ധിയൊക്കെ സമൃദ്ധിയും വെക്കരുത്. ഞാൻ വെക്കും. വെക്കരുത്. വെക്കും. വെക്കരുത്. വെക്കും. വെക്കരുത്. വെച്ചു. വെക്കരുത്. ഇളവി നീക്കിയാണ് ഇവന്. എനിക്ക് തോന്നി കേട്ടാ. എന്തേലും പറഞ്ഞോണ്ട് അടിച്ച് ആടി ഇട്ടോണം. നോക്കി ഇന്നോണേ. അടിയായിട്ടാ വന്നേക്കുന്ന കേട്ടോ. പൈസ എടുത്ത് താടാ. ഞാൻ അടിച്ച് പുറം പൊളിക്കും. വഴിയായിട്ടാ വന്നേക്കുന്നത്. നോക്കിന്നോണേ. അവിടെ സെന്റർ നിക്കടാ. ഞാനിവിടെ നിന്നോളാം. നോക്കിന്നോണേ. പെരുക്കൂട്. എന്താ നീ ഒറ്റൊരുത്തം കാരണം ആ മാനസിക രോഗം പിടിച്ച പെണ്ണിന്റെ തല്ലൊക്കെ എനിക്ക് കൊള്ളേണ്ടി വന്നത്? നീ എന്നെ 1.5 ലക്ഷം മേടിച്ച് നിന്റെ ഈ മുടി വെച്ച് പിടിപ്പിച്ചോണ്ടല്ലേ ആ പെണ്ണിന്റെ തല്ല എനിക്ക് കൊള്ളേണ്ടി വന്നത്? എനിക്ക് മുടി വെക്കട്ടെ. നീ PRP ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു. ഞാനൊരു ഐഡിയ പറഞ്ഞു തരത്തില്ലായിരുന്ന? എന്താ ഐഡിയ? എടാ വയനാട്ടിലൊരു വൈദ്യൻ ഉണ്ടായിരുന്നു. വൈദ്യൻ അയാളുടെ ഒരു എണ്ണ തലയെ തേച്ച് കഴിഞ്ഞാൽ മുടി ഇല്ലാത്തവർക്ക് മുടി കിളുക്കും. എത്ര തേക്കണം? 3 കുപ്പി എണ്ണ ഉണ്ട്. ആ 3 കുപ്പി എണ്ണ തേച്ചാൽ മുടി കിളിച്ചിരിക്കും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ 3 കുപ്പി എണ്ണ തേച്ചിട്ട് മുടി കിളിച്ചില്ലെങ്കിലാ? കിളിച്ചില്ലെങ്കിൽ 3 കുപ്പി എണ്ണയുടെ കൂടെ ഫ്രീ ആയിട്ട് അവരൊരു വിഗ് കൊടുക്കുന്നുണ്ട്. ആ വിഗ് വെച്ച് നിനക്ക് സ്റ്റൈലായിട്ട് നടന്നാ